ശ്രീ മോഹൻ വർഗീസ്, ഈ കത്തിക്കയറി വന്ന ട്രംപ് പെട്ടെന്ന് എരിഞ്ഞടങ്ങുന്ന പോലെ ആയി മാറുകയാണോ? കൃത്യമായി എരിഞ്ഞടങ്ങുന്നു എന്ന് പറയാനാവില്ല. ആളിക്കത്തുകയാണ് ട്രംപ്. പക്ഷെ ആളിക്കത്തിയാൽ എത്രത്തോളം അതിനുള്ള ഊർജം ബാക്കി ഉണ്ടാവും എന്നതാണ് സംശയം. കാരണം കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താവൂ എന്നൊരു പ്രമാണമുണ്ട്. ഇപ്പോൾ ട്രംപ് കയറി പിടിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ ഗൗരവം നോക്കിയാൽ ഒരുപക്ഷെ അമേരിക്കൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലാണോ പൗരത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ട്രംപിൻ്റെ കഠിനമായ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് എക്സിക്യൂട്ടീവ് ഓർഡറായി ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഇറങ്ങുമ്പോൾ അത് നടപ്പാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നതാണ് വിഷയം. ഇവിടുത്തെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്ന പ്രധാന വിഷയം ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓർഡർ ബർത്ത് റൈറ്റ്, നാച്ചുറൽ ബർത്ത് റൈറ്റ് ഇനി ഉണ്ടാവില്ല. അമേരിക്കൻ പൗരനായ പൂർണ്ണ പൗരത്വമുള്ള അല്ലെങ്കിൽ ഗ്രീൻ കാർഡെങ്കിലുമുള്ള സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡെങ്കിലുമുള്ള വ്യക്തികളുടെ മക്കൾക്ക് തീർച്ചയായും പൗരത്വത്തിന് അവകാശമുണ്ടാകും. അല്ലാത്ത ആളുകൾക്ക് വിസിറ്റ് വിസയിൽ പോകുന്നവരോ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവരോ H-1B വിസയിൽ പോകുന്നവരോ ആയ ആളുകൾക്ക് പുത്രനോ പുത്രിയോ ജനിക്കുകയാണെങ്കിൽ അവർക്ക് പൗരാവകാശം നിഷിദ്ധമാണ് എന്നത് 14ാം ഭേദഗതി അനുസരിച്ച് നിലനിൽക്കത്തക്കതാണോ എന്നതാണ് വിഷയം. അമേരിക്കയുടെ ഭരണഘടനയുടെ 14ാം ഭേദഗതി 1868 14th അമെൻഡ്മെൻറ്റ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു അമെൻഡ്മെൻറ്റാണ്. ഈ കറുത്ത വർഗ്ഗക്കാരുടെ മക്കൾക്ക്, അടിമകളായി കൊണ്ടുവന്ന കറുത്ത വർഗ്ഗക്കാരുടെ മക്കൾക്ക് ജന്മാവകാശം, അമേരിക്കൻ പൗരന്മാരായി ജന്മാവകാശം ലഭിക്കുന്നതിന് വേണ്ടി അന്നത്തെ സാഹചര്യത്തിൽ കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണമാണ്, അല്ലെങ്കിൽ ഭേദഗതിയാണ്, ഭരണഘടനാ ഭേദഗതിയാണ്. അത് കാലഹരണപ്പെട്ടു എന്നാണ് ട്രംപിൻ്റെ അഭിപ്രായം. കോടതിയിൽ നിന്നും തിരിച്ചടി ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സിയാറ്റൽ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത് ഭരണഘടനാപരമായി നിലനിൽക്കത്തക്കതല്ല. അതുമാത്രമല്ല 22 സംസ്ഥാനങ്ങൾ, അമേരിക്കയ്ക്കാകെ 50 സംസ്ഥാനങ്ങളാണ് സ്റ്റേറ്റ്സ്, അതിൽ 28 സംസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പൗരത്വ നിയമം, ഈ നിയമം ട്രംപ് കൊണ്ടുവന്ന ഈ പുതിയ പ്രഖ്യാപനം സ്റ്റേ ചെയ്യണം. ഒരു കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇനി പടപെടാന്ന് മറ്റ് സ്റ്റേകൾ ഉണ്ടാകും. അപ്പോൾ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനായി ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാകും. അത് ഫലിച്ചില്ല എങ്കിൽ പിന്നെയുള്ള വഴി എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് വൺ ഓഫ് ദ റിജിഡസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ വേൾഡ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള നടപടിക്രമമാണ് അമേരിക്കൻ ഭരണഘടന ഭേദഗതി ചെയ്യാൻ. 3/2 ഭൂരിപക്ഷം അമേരിക്കൻ കോൺഗ്രസിൻ്റെ അപ്പർ ഹൗസായ ഉപരിമണ്ഡലമായ സെനറ്റിലും അധോമണ്ഡലമായ ജനപ്രതിനിധി സഭയിലും ഉണ്ടാവണം. പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരുടെ 2/3 മെജോറിറ്റി. ഇന്നത്തെ നിലയിൽ ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷമുണ്ട്. ഒരുപക്ഷെ പ്രസിഡൻഷ്യൽ സമ്പ്രദായമായതുകൊണ്ട് കുറേ പിന്തുണ കൂടി, ഡെമോക്രാറ്റുകളുടെ കൂടെ പിന്തുണ കുറേയൊക്കെ സ്വാംശീകരിച്ചെടുക്കാം. എങ്കിലും 2 സഭകളിലും 3/2 ഭൂരിപക്ഷം ലഭിക്കുന്നത് ഇപ്പോൾ ചിന്തിക്കാനാവില്ല. അതല്ലെങ്കിൽ ഒരു നാഷണൽ കൺസെൻസസ് ഉണ്ടാവണം. 4/3 സംസ്ഥാനങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. ഇപ്പോൾ 22 സംസ്ഥാനങ്ങൾ ഇത് സ്റ്റേ വാങ്ങിയത് അല്ലേ? 22 സംസ്ഥാനങ്ങൾ എതിർക്കുന്നു എന്ന് പറയുമ്പോൾ 4/50 22 എന്ന് പറയുമ്പോൾ 4/3 സംസ്ഥാനങ്ങളെ പിന്തുണ ഇല്ല എന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഒരു ഭരണഘടനാ ഭേദഗതി, 14ാം ഭേദഗതിയുടെ ഇഫക്റ്റിനെ നള്ളിഫൈ ചെയ്യുന്ന മറ്റൊരു ഭേദഗതി ഉണ്ടാകാൻ? ഇപ്പോൾ അത് സാധിക്കില്ല, അസംഭവ്യമാണ്. പക്ഷേ ഇതൊരു പേടിപ്പിക്കൽ മാത്രമായി കരുതുകയാണോ ട്രംപ്? പല കാര്യങ്ങളും പാനമ എടുക്കുകയാണെന്ന് പറയുമ്പോഴും എടുക്കാനല്ല, ഒന്ന് മയപ്പെടുത്താറുണ്ട്. ചൈനയെ ഒന്ന് മയപ്പെടുത്താൻ ഹോങ്കോങ് കമ്പനികളാണ് പാനമ കനാലിൻ്റെ അറ്റ്ലാന്റിക് മുഖവും പസഫിക് മുഖവും അവിടെ തുറമുഖങ്ങളുണ്ട്. ആ തുറമുഖങ്ങളുടെ മാനേജ്മെൻറ്റ് ഇപ്പോൾ പാനമ എന്ന രാജ്യം ഏൽപ്പിച്ചിരിക്കുന്നത് ചൈനീസ് അല്ലെങ്കിൽ ഹോങ്കോങ് കമ്പനികളെയാണ്, ഷിപ്പിംഗ് കമ്പനികൾ. ആ കമ്പനികളുടെ മേൽ ഉള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും അമേരിക്കയ്ക്ക് അത് മാനേജ് ചെയ്യാത്തക്ക രീതിയിൽ അമേരിക്കൻ വെസൽസിന് തുച്ഛമായ നിരക്കിൽ പനാമ കനാൽ കടന്നു പോകാനുള്ള അവസരമൊരുക്കാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദ തന്ത്രം എന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇനി കുടിയേറ്റത്തെ മാനസികമായി കുടിയേറ്റ വിരുദ്ധത എന്നത് മാനസികമായി ഉൾക്കൊള്ളാൻ തക്ക രീതിയിൽ ലോകത്ത് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സുകളെ ക്രമീകരിക്കുക എന്നതാണെങ്കിലും കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്നത് നടപ്പാക്കാനാണെങ്കിൽ
സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇതിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരിലേക്ക് അങ്ങ് ഒതുങ്ങുകയാണോ, അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്കാണോ ട്രംപ് പോകുന്നത്? അമേരിക്ക ചുരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം ചുരുങ്ങുന്നു എന്നതുപോലെ ആയിത്തീരത്തില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ശ്രീ വിജയനാഥ്, ഇത് മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കയുടെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. പണ്ട് അമേരിക്ക ഇങ്ങനെ വളർന്ന് വികസിച്ചു വരുന്നൊരു സമയമുണ്ട്. 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്. യൂറോപ്പിലെ ശാക്തിക സമവാക്യങ്ങളിൽ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ, ബ്രിട്ടനും ജർമ്മനിയും തമ്മിൽ, ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ നിരന്തരമായി നൂറ്റാണ്ട് യുദ്ധമാണ്. 18-19 നൂറ്റാണ്ടുകളിൽ. ആ ഒരു കാലഘട്ടത്തിൽ ഈ ചക്കളത്തി പോരാട്ടത്തിലൊന്നും പങ്കെടുക്കാതെ മാറി നിന്ന് സ്വന്തം കാര്യം മാത്രം നോക്കി തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ വികസിപ്പിച്ച് വൻ ശക്തിയായി മാറിയ രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നവരാണ്. പിന്നീട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കടത്തവർക്കാരുൾപ്പെടെ കൊണ്ടുവന്നു. അപ്പോൾ വേറിട്ട ഒരു വികസന പന്ഥാവ്. അതുകൊണ്ട് അവരുടെ നയമെന്ന് പറയുന്നത്, മുൻകാലങ്ങളിലെ നയം, ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപുള്ള നയമെന്ന് പറയുന്നത് സെൽഫ് ഇമ്പോസ്ഡ് ഐസൊലേഷനിസം എന്ന് പറഞ്ഞാൽ സ്വയം ഞങ്ങൾ മാറി നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ യൂറോപ്യന്മാർ അമേരിക്കൻ കോണ്ടിനെൻറ്റിൽ വന്ന് കളിക്കരുത്, ഇത് ഞങ്ങൾ തീരുമാനിക്കും. ബ്രസീൽ, അർജൻറ്റീന, തെക്കൻ അമേരിക്ക, കാനഡ, വടക്കൻ അമേരിക്ക, മെക്സിക്കോ, ഈ ഭാഗത്തൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത്, ഞങ്ങൾ തീരുമാനിച്ചോളാം, ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന ഒരു നയമായിരുന്നു മുൻപുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നും മാറി യുദ്ധാനന്തരം ആക്റ്റീവ് ഇൻ്റർവെൻഷനിസത്തിലേക്കും ഗ്ലോബലിസത്തിലേക്കും അമേരിക്ക മാറി. അതുമാത്രമല്ല, മേക്ക് ദ വേൾഡ് സേഫ് ഫോർ ഡെമോക്രസി, ലോകത്തെ മുഴുവൻ ജനാധിപത്യത്തിന് വേണ്ടി ഒരുക്കുക എന്ന രീതിയിൽ ലോകത്തിൻ്റെ മുഴുവൻ ധാർമ്മികവൽക്കരണത്തിൻ്റെ, ജനാധിപത്യവൽക്കരണത്തിൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ, കമ്പോളവൽക്കരണത്തിൻ്റെ ഉത്തരവാദിത്വം അമേരിക്ക ഏറ്റെടുത്തു. അപ്പോൾ ലോകത്തെല്ലായിടത്തുമുള്ള പോരാട്ടങ്ങളിൽ അമേരിക്കയ്ക്കൊരു സ്റ്റേക്കുണ്ട്. അമേരിക്ക പിന്തുണയ്ക്കുന്ന പോരാട്ടങ്ങളുണ്ട്, ചില പോരാട്ടങ്ങളെ അമേരിക്ക എതിർക്കുന്നു, അമേരിക്ക സൈന്യങ്ങളെ അയക്കുന്നു എന്ന് വേണ്ട എല്ലായിടത്തും ഇടപെടലുണ്ട്. ശീതയുദ്ധകാലത്തെ ഈ ഇടപെടലുകൾ റഷ്യൻ താല്പര്യങ്ങൾക്ക് എതിരെയായിരുന്നു. അപ്പോൾ അത് ശീതയുദ്ധത്തിന് ശേഷവും 1990-കളിൽ മുതൽ ശീതയുദ്ധാനന്തരവും ഈ ഇടപെടലുകളുമെല്ലാം തുടർന്നു. അത് പ്രത്യേകത ഗൾഫ് യുദ്ധം, ഒന്നാം ഗൾഫ് യുദ്ധം 91-ലെ, പിന്നീട് രണ്ടാം ഗൾഫ് യുദ്ധം, ഈ രണ്ട് യുദ്ധത്തിലും അമേരിക്ക ആക്റ്റീവായി പങ്കെടുത്തു. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം അമേരിക്ക പങ്കെടുത്തു. ഇപ്പോഴിതാ ട്രംപ് പറയുന്നു, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഫോർ അമേരിക്കൻസ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല, ഇവിടെ കിട്ടാറുള്ള കിട്ടിയിരിക്കണം, ഞങ്ങൾ എണ്ണയൊക്കെ എടുക്കും, കത്തിക്കും, ഹൈഡ്രോ കാർബൺ കത്തിക്കും, ഒരുപക്ഷെ പൊല്യൂഷൻ ഉണ്ടാകും, നിങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞങ്ങൾ ലോകത്തെ മുഴുവനും ശുദ്ധീകരിക്കാനൊന്നും ഞങ്ങൾ തയ്യാറല്ല. ഇതൊരു പക്ക ബിസിനസ്സുകാരൻ്റെ മുഖം കൂടിയാണല്ലേ. പക്ക ബിസിനസ്സാണ്. ധാർമ്മിക മൂല്യങ്ങൾക്ക് പുല്ലുവില കൊടുക്കുന്ന പക്ക ബിസിനസ്സാണ്. അപ്പോൾ അതിനൊക്കെ പിന്തുണയ്ക്കാൻ ആളുണ്ടാകും. തീർച്ചയായും അമേരിക്കയ്ക്കുള്ളിൽ വലിയ താരപരിവേഷമാണ്. ഒന്നുമില്ല, ഇന്ത്യക്കുള്ളിൽ പോലും ട്രംപിന് വലിയ താരപരിവേഷമാണ്. അതിൽ സ്വല്പം കാര്യമുണ്ട് താനും. കാരണം നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തെ ആസ്പദമാക്കിയാണ്. പക്ഷേ അതൊരു ട്രംപിനും മോദിക്കും ഇതൊക്കെ ഒരു ഷോ ബിസിനസ്സാണ് ഒരു പരിധിവരെ. പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യം വരുമ്പോൾ ബിസിനസ് ഈസ് ബിസിനസ്. അപ്പോൾ അവിടെ വ്യക്തിപരമായ അടുപ്പങ്ങൾക്കോ സ്നേഹത്തിനോ ഒന്നും വലിയ കാര്യമില്ല. ഹലോ മോദിയോ അല്ലെങ്കിൽ നമസ്തേ ട്രംപോ, ഇതൊന്നും തന്നെ, ഹൗദി മോദി, ഇതൊന്നും അത്ര വലിയ പ്രഭാവം ചെലുത്തുന്നതല്ല. ഒരു PR വർക്ക് എന്നതിന് ഉപരിയായി വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ നയം മാറിയിരിക്കുന്നത്. ഇവിടെ കാതലായ ചോദ്യം, ഒരു വ്യക്തി വിചാരിച്ചാൽ, ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി മാത്രം വിചാരിച്ചാൽ, ഒരു പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ മാറ്റിമറിക്കാവുന്നതാണോ അമേരിക്ക എന്ന ഹ്യൂജ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ ആത്യന്തികമായ നയങ്ങൾ? അവിടെയാണ് ഡീപ് സ്റ്റേറ്റ് അമേരിക്ക. എക്കാലത്തെയും അമേരിക്കൻ താല്പര്യങ്ങളുടെ സങ്കുചിതമായ സംക്ഷിപ്തമായ രൂപമാണ് ഡീപ് സ്റ്റേറ്റ്. അതിൽ ജൂയിഷ് ഇൻട്രസ്റ്റ് ഉണ്ട്, ചർച്ചിൻ്റെ അരിസ്റ്റോക്രാറ്റിക് ഇൻട്രസ്റ്റ് ഉണ്ട്, ബിസിനസ്, എക്കാലത്തും വെൽ എൻട്രൻച്ച്ഡ് ആയ ബിസിനസ് ഗ്രൂപ്പുകൾ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പുറത്തു നിന്നൊരു പ്ലെയറായിട്ടാണ് ട്രംപ് വരുന്നത്. ഒബാമയാകട്ടെ, ക്ലിൻ്റൺ ആകട്ടെ, ഇതൊക്കെ they were so dear to the establishment. So അമേരിക്കയുടെ വെൽ എൻട്രൻച്ച്ഡ് ഫോർമൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പുറത്ത് നിന്നൊരാൾ വെട്ടിക്കയറി അകത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് ഏകപക്ഷീയമായി ഇതുവരെയുള്ള രീതികളെയും താരിപ്പുകളെയും മാറ്റിമറിക്കാനാവുമോ? കുറേ എക്സിക്യൂട്ടീവ് പ്രഖ്യാപനങ്ങൾ കൊണ്ട് അതിനുള്ള മാൻഡേറ്റ് അദ്ദേഹത്തിന് കിട്ടി, ശരിയാണ്. പക്ഷേ അത് ഉപയോഗിക്കാൻ തക്ക ഒരു ഘടനാപരമായ സംവിധാനം ഉണ്ടോ എന്നതാണ് വലിയ ചോദ്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.